നമ്മളിപ്പം ഈ സിനിമയെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയുന്നതൊക്കെ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സിനിമ കാണുമ്പോൾ അറിയാം നമുക്ക് എങ്ങനെയാണ് ആൾക്കാരോട് അറ്റാച്ച്മെന്റ് എന്നുള്ളതൊക്കെ. കഥാപാത്രം കിട്ടുവാണെങ്കിൽ കഥാപാത്രത്തിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാകും ചെയ്യണമെന്നാണോ, അല്ലെങ്കിൽ അതിന്റെ ഫ്ലോയിൽ പോകാൻ എനിക്ക് തോന്നിയ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോകണം. ഇപ്പൊ എനിക്ക് അങ്ങനെ ബാക്ക് സ്റ്റോറി ഇല്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് എല്ലാ സിനിമകളിലും ഞാൻ എടുത്തു നോക്കുമ്പോൾ ചിലത് ഹീറോ പെർസ്പെക്റ്റീവ് പറയുന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ബാക്ക് സ്റ്റോറി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റൈറ്റേഴ്സിൻ്റെ അടുത്തോ ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അവരുടെ അത് സിനിമയിൽ ഉണ്ടാവണമെന്നില്ല, ബിഹൈൻഡ് ദ സീൻ നമ്മളത് മനസ്സിലാക്കിയിട്ട് ആണ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പം സിനിമയിൽ ഇപ്പം നമ്മൾ എല്ലാം കാണിക്കാനുള്ള അവസ്ഥ ഇല്ലാന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ചിലത് നമുക്ക് ബാക്ക് സ്റ്റോറി അതിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന സിനിമകളിൽ അങ്ങനെ ക്യാരക്ടറിന് അത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാം. നിനക്ക് എന്താ തോന്നുന്നത്? അപ്പൊ അതന്നെ നിനക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഓരോരുത്തർക്കും എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിനക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര പെണ്ണുകേസിലെ കല്യാണ തട്ടിപ്പാണ് കണ്ടത്. പക്ഷെ ആ ഒരു സാധനം ആരും പറഞ്ഞില്ല. എത്ര നേരത്തെ അങ്ങനെ പറയുന്നത് അത് കറക്റ്റ് കിട്ടിയില്ല. ഇപ്പോഴാണത് കല്യാണ തട്ടിപ്പ് പറ്റിക്കുന്ന പെൺകുട്ടി എന്നുള്ളതാണ്. വാഴ സിനിമയിൽ ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തത്. വാഴ ഗംഭീരമായിട്ടുള്ള റോളായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് തമിഴിലാണ്. നിഖില എങ്ങനത്തെ ക്യാരക്ടറാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് വാഴയിലെ പോലത്തെ ഗ്രൗണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടറാണോ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടങ്ങളാണോ പ്രതീക്ഷിക്കുന്നത്? ഇത്തരത്തിലുള്ള ക്യാരക്ടറാണ് ഇനി നമുക്ക് അതർ ലാംഗ്വേജ്, തമിഴ് മാത്രമല്ല മറ്റ് അതർ ലാംഗ്വേജ്